വെൽക്കം ടു റസിയാസ് കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. അതിനുവേണ്ടി ഞാൻ 250 ഗ്രാം ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായി കഴുകിയതിന് ശേഷം 10 മിനിറ്റ് ഒന്ന് കുതിർത്തിയെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അരി വേവിക്കാൻ വേണ്ടി വെച്ചിരുന്ന വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഓയിലും കുറച്ച് ലൈം ജ്യൂസ്, 1 ടീസ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ റൈസ് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുതിർത്തി വെച്ച അരി ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് തിളച്ചതിന് ശേഷം ഒരു 6 മുതൽ 8 മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതി. ഒരു 80% വെന്താൽ മതി. അധികം വെന്ത് കഴിഞ്ഞാൽ ചോറ് കുഴഞ്ഞു പോവുള്ളൂ. റൈസൊക്കെ നല്ല പാകത്തിലുള്ള വേവായിട്ടുണ്ട്. ഞാനതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വെള്ളം പോയതിന് ശേഷം ഒരു പ്ലേറ്റിൽ ഓയിൽ കുറച്ചൊന്ന് തടവിയതിന് ശേഷം ഇതിലൊന്ന് പരത്തി ഇട്ട് കൊടുക്കാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 50 ഗ്രാം വീതം ക്യാരറ്റ്, കാബേജ്, ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ ഗ്രീൻ ക്യാപ്സിക്കം കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, പിന്നെ ഒരു 5 പച്ചമുളക്, പിന്നെ സെലറി 2 ടേബിൾ സ്പൂൺ, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീന് 3 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു സവാളിൻ്റെ 1/4 ഭാഗം ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനും ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് ക്യാപ്സിക്കം 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസാണ്. പിന്നെ ഒരു 5 മഷ്റൂം എടുത്തിട്ടുണ്ട്. അതും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ സവോളയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റാൻ. ഇനി നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സെലറിയും സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായി ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ടിഫിനൊക്കെ കൊടുത്തയക്കാനൊക്കെ നല്ലതാണ്. കുറച്ചധികം വെജിറ്റബിളൊക്കെ കുട്ടികൾ കഴിക്കുകയും ചെയ്യുമല്ലോ. ഇങ്ങനെ ആകുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവും. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ടിഫിനൊക്കെ കൊടുത്തയക്കുമ്പോൾ നമുക്ക് തലേന്ന് രാത്രി തന്നെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. അതുപോലെ റൈസും വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെല്ലാം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് കൂൺ ഇട്ട് കൊടുക്കാം. കൂൺ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടിക്കോളും. അത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ഞാൻ ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്, ഫ്രോസൺ ഗ്രീൻ പീസ്. അപ്പോൾ അതും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കാബേജും ബീൻസും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പച്ചക്കറിക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കും ഗ്രീൻ ക്യാപ്സിക്കും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പച്ചക്കറി അധികം വെന്ത് പോകണ്ട, കുറച്ചൊന്ന് കടിക്കാനുണ്ടാകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഫ്രൈഡ് റൈസിന്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മളെല്ലാം നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അടുത്ത് തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ഇട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള റൈസ് നമുക്ക് അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. റൈസ് നമ്മളിങ്ങനെ വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മുഴുവൻ ഒഴിച്ചിട്ടില്ല, ഞാൻ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇളക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വെജിറ്റബിൾ ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ വെജിറ്റബിളിൻ്റെ അളവ് കുറയ്ക്കാം കേട്ടോ. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ വിനീഗർ എടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കി നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ ബാക്കി സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പച്ചമുളകിൻ്റെ അതുപോലെ കുരുമുളകിൻ്റെ അളവൊക്കെ കുറയ്ക്കാം കേട്ടോ. കുറച്ച് കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്കൊന്നുകൂടി ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാം പെർഫെക്റ്റ് ആണ്. എരിവും ഉപ്പും ഒക്കെ പാകത്തിനുണ്ട്. ഇനി നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീനും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ കുട്ടികൾക്ക് ടിഫിനൊക്കെ വേണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് റൈസ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇളക്കുന്ന സമയത്ത് ലാസ്റ്റ് റൈസ് ഇട്ട് നമ്മൾ ഇളക്കുമ്പോൾ കുറച്ച് വെള്ളം തെളിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം അങ്ങനെ ഡ്രൈ ആവാതെ ഇരുന്നോളൂ. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. റസിയാസ് കിച്ചൺ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.